എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ എ സി സീരീസ് സർക്യൂട്ടിലെ റെസൊണൻസ് ഫ്രീക്വൻസി അളക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യാം. ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവ ശ്രേണിയിൽ ബന്ധിപ്പിക്കാൻ കഴിയും. എ സി സീരീസ് സർക്യൂട്ടിലെ റെസൊണൻസ് ഫ്രീക്വൻസി അളക്കുക. ആദ്യം നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസിയെക്കുറിച്ച് നോക്കാം. റെസൊണൻസ് ഫ്രീക്വൻസി യൂണിറ്റി പവർ ഫാക്ടർ സംഭവിക്കുമ്പോൾ എ സി സർക്യൂട്ടിൻ്റെ ആവൃത്തിയാണ്. സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും അടങ്ങിയിരിക്കുന്നു. റെസൊണൻസ് ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നത് FR ആണ്. ഒരു റെസിസ്റ്ററിലൂടെ AC പവർ കടന്നുപോകുമ്പോൾ അവിടെ യൂണിറ്റി പവർ ഫാക്ടർ ഉണ്ടാകുന്നു. അതായത് കറണ്ടും വോൾട്ടേജും ഒരേ ഘട്ടത്തിലാണ്. ഇൻഡക്ടർ വഴി എ സി പവർ ഇൻഡക്ടറിലേക്ക് കൈമാറുമ്പോൾ ഒരു ലാഗിംഗ് പവർ ഫാക്ടർ സംഭവിക്കുന്നു. അതായത് കറണ്ട് വോൾട്ടേജിനെ ഒരു കൊസൈൻ ആംഗിളിലൂടെ ലാഗ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് വിളിക്കുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL = 2πfL വഴി കണ്ടെത്താം. ഒരു കപ്പാസിറ്റർ വഴി AC പവർ കപ്പാസിറ്ററിലേക്ക് കടത്തിവിടുമ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ ഉണ്ടാകുന്നു. അതായത് കറണ്ട് വോൾട്ടേജിൽ നിന്ന് ഒരു കൊസൈൻ ആംഗിളിൽ ലാഗ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് വിളിക്കുന്നത്. XC = 1/2πfC. XC = 1/2πfC. റെസൊണൻസ് ഫ്രീക്വൻസി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് തുല്യമായിരിക്കുമ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി FR സംഭവിക്കുന്നു. XC = XL. അനുരണനത്തിൽ നെറ്റ് റിയാക്റ്റൻസ് അതായത് X-നൈറ്റ് 0 മാറുന്നു. അതായത് ഇംപെഡൻസ്. സർക്യൂട്ടിന്റെ Z പൂർണ്ണമായും റെസിസ്റ്റീവാണ്. Z = R. ഇവിടെ R ആണ് പ്രതിരോധം. റെസൊണൻസ് ഫ്രീക്വൻസി കണക്കാക്കുന്നതിനുള്ള ഫോർമുലയാണ് ഫ്രീക്വൻസി റെസൊണൻസ് = 1/2π√LC. ഇവിടെ L എന്നത് ഇൻഡക്റ്റൻസും C എന്നത് കപ്പാസിറ്റൻസുമാണ്. പ്രത്യാഘാതങ്ങൾ. റെസൊണൻസ് അവസ്ഥയിൽ സർക്യൂട്ടിന് മിനിമം ഇംപെഡൻസ് ആയതിനാൽ പരമാവധി നൽകിയിരിക്കുന്ന കറണ്ട് വോൾട്ടേജിനനുസരിച്ച് കടന്നുപോകുന്നു. നിർദ്ദിഷ്ട ആവൃത്തികൾ കടന്നുപോകാനോ തടയാനോ ഫിൽട്ടർ സർക്യൂട്ടുകളിൽ റെസൊണൻസ് ഉപയോഗിക്കുന്നു. ട്യൂണിംഗ് സർക്യൂട്ടുകളിലും ഇത് അത്യന്താപേക്ഷിതമാണ്. റേഡിയോകളിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിലും ഓപ്റ്റിമൽ പെർഫോമൻസിനായി ഒരു പ്രത്യേക ഫ്രീക്വൻസി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇൻഡക്ടറിലെ സർക്യൂട്ടിലേക്ക് AC പവർ പ്രയോഗിക്കുമ്പോൾ പവർ ഫാക്ടർ ലാഗിംഗ് ആണ്. ഈ ലാഗിംഗ് പവർ ഫാക്ടർ കപ്പാസിറ്ററിലേക്ക് നീങ്ങുമ്പോൾ ലാഗിംഗ് യൂണിറ്റായി മാറുന്നു. കാരണം കപ്പാസിറ്ററിന്റെ ലീഡിംഗ് പവർ ഘടകം ഇൻഡക്ടർ മൂലമുണ്ടാകുന്ന ലാഗിംഗ് പവർ ഘടകത്തിന്റെ തുല്യമാണ്. യൂണിറ്റി പവർ ഫാക്ടർ സംഭവിക്കുന്ന ഈ ആവൃത്തിയെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് തുല്യമാകുമ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി സംഭവിക്കുന്നു. XL = XC അല്ലെങ്കിൽ Z = R. പ്രായോഗികമായി നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി അളക്കാം. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവയുടെ മൂല്യങ്ങൾ യഥാക്രമം 100 ഓംസ്, 40 മില്ലി ഹെൻറി, 0.1 മൈക്രോഫാരഡ് എന്നിവയായിരിക്കട്ടെ. ഒരു ഫംഗ്ഷൻ ജനറേറ്റർ, ഒരു റെസിസ്റ്റർ, ഒരു ഇൻഡ്യൂസർ, ഒരു കപ്പാസിറ്റർ, 0 മുതൽ 50 മില്ലി ആംപ്സ് വരെയുള്ള ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്റർ, കൂടാതെ എല്ലാ ശ്രേണിയിലുമുള്ള ഒരു LED എന്നിവയും ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ബന്ധിപ്പിക്കുക. ഫംഗ്ഷൻ ജനറേറ്റർ ഓണാക്കി വോൾട്ടേജ് ലെവൽ 10 വോൾട്ടേജിൽ സജ്ജമാക്കുക. സ്റ്റെപ്പ് 4. ഒരു സൈൻ തരംഗരൂപത്തിലേക്ക് സിഗ്നൽ സജ്ജീകരിക്കുകയും ക്രമേണ ആവൃത്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. LED തിളങ്ങാത്തത് നിങ്ങൾ കണ്ടേക്കാം, അല്ലെങ്കിൽ അത് മിന്നിമറയുന്നു. ആവൃത്തി വർദ്ധിപ്പിക്കുന്നത് തുടരുക. ഒരു നിശ്ചിത പരിധിയിൽ നിങ്ങൾക്ക് തുടർച്ചയായി LED ഗ്ലോ കാണാനാകും. LED തുടർച്ചയായി തിളങ്ങാൻ തുടങ്ങുന്ന ആവൃത്തി ശ്രദ്ധിക്കുക.
റെസൊണൻസ് ഫ്രീക്വൻസി എന്നും അറിയപ്പെടുന്നു. അത് രേഖപ്പെടുത്തുക. അമ്മീറ്ററിൽ നിന്ന് റെസോണൻസ് ഫ്രീക്വൻസിയുടെ നിലവിലെ മൂല്യം രേഖപ്പെടുത്തുക. വ്യത്യസ്ത മൂല്യങ്ങൾക്കായി പ്രതിരോധം, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവ മാറ്റുകയും ഞങ്ങൾ ചർച്ച ചെയ്ത നടപടിക്രമങ്ങൾ ഉപയോഗിച്ച് റെസോണൻസ് ഫ്രീക്വൻസി അളക്കുകയും ചെയ്യുക. സർക്യൂട്ടിലെ റെസോണൻസിന്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനാൽ സർക്യൂട്ടിലെ ഇംപെഡൻസ് കുറയുകയും കറണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ടിലുടനീളം ഒരു CRO, അതായത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ബന്ധിപ്പിക്കുക. ഒരു ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിച്ച് റെസോണൻസ് ഫ്രീക്വൻസി സജ്ജീകരിക്കുകയും കുറഞ്ഞ ഇംപെഡൻസും ഉയർന്ന കറണ്ടും കാരണം CROയിൽ ഔട്ട്പുട്ട് നിലവിലില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. കോയിലിലെ പ്രതിരോധം കാരണം ഒരു ചെറിയ വോൾട്ടേജ് മാത്രമേ സർക്യൂട്ടിലുടനീളം നിലനിൽക്കൂ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് AC സീരീസ് സർക്യൂട്ടിലെ റെസോണൻസ് ഫ്രീക്വൻസി അളക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ ദിവസമുണ്ട്.